ഇപ്പോൾ നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയിലെ വിദഗ്ധൻ ശ്രീ ആർ കെ സിംഗ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സർ, there are some reports from Wayanad that is a seismic activity. Is there any confirmation about this? There is no earthquake detected by National Seismological Network of NCS. Might be there is smaller magnitude earthquake, might be, but there is no earthquake detected by National Network. There is no earthquake of at least which can generate the shaking. Might be a local phenomena which is not detected by the National Network. There is no such a confirmation. Yeah. Okay, thank you, sir. Thank you. Okay. ഡോക്ടർ ആർ കെ സിംഗ് ആണ് പ്രതികരിച്ചത്. അദ്ദേഹം നാഷണൽ സെന്റർ ഓഫ് സീസ്മോളജിയിലെ വിദഗ്ധനാണ്. അദ്ദേഹം പറയുന്നത് അക്കാര്യത്തിൽ ഒരു വിവരമില്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രാദേശിക പ്രതിഭാസം മാത്രമായിരിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായ ദുരന്ത നിവാരണ അതോറിറ്റിയും ഇക്കാര്യത്തിൽ ഒരു ഭൂചലനം എന്നുള്ള നിലയ്ക്ക് ഒരു റിപ്പോർട്ട് നൽകുന്നില്ല. പ്രകമ്പനം മാത്രം എന്നുള്ള സ്ഥിരീകരണമാണ് അവരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ വരുന്നത്. ഏതായാലും ഭൂചലനം എന്നുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നില്ല, മറിച്ച് ഭൂമിക്കടിയിൽ നിന്നുണ്ടായ ഒരു പ്രകമ്പനം എന്നത് മാത്രമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. സജോ തുടരുന്നുണ്ട്. സജോ, ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക വിശദീകരണം കൂടി വരുന്നുണ്ട്. നാഷണൽ സെന്റർ ഓഫ് സീസ്മോളജിയും വിശദീകരിക്കുന്നത് ഇതൊരു ഭൂചലനമല്ല, അതേതെങ്കിലും പ്രാദേശിക പ്രതിഭാസമായിരിക്കുമെന്നത് മാത്രമാണ്. അങ്ങനെയെങ്കിൽ ഈ റവന്യൂ സംഘം അടക്കം ഇനി ഇക്കാര്യത്തിൽ ഇതിന്റെ കാരണങ്ങൾ തേടി കൃത്യമായൊരു വിശദീകരണം നൽകേണ്ടതുണ്ടല്ലോ സജോ. അതായത് ഗ്രൗണ്ട് സ്റ്റഡി നടത്തുക എന്നതാണ് ഇതിൽ പ്രായോഗികമായ വഴിയും. അതായത് ഭൂചലനം സംബന്ധിച്ചുള്ള നിഗമനങ്ങളിലേക്കോ സ്ഥിരീകരണങ്ങളിലേക്കോ ഇല്ല, അല്ലെങ്കിൽ അത് അസ്ഥാനത്താണ് എന്ന് പറയുന്നത്. ഇവിടെയുള്ള ആളുകൾ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ ഇടയ്ക്കൽ കേവ് ഇവിടുത്തെ ഒരു ടെറൈൻ്റെ പ്രത്യേകത ഈ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത അങ്ങനെയാണ്. കുറച്ച് ദുർഘടമായ പ്രദേശങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്വഭാവവും ഒക്കെ ആ നിലയ്ക്കാണ്. അപ്പോൾ ആളുകൾക്ക് പല വിധത്തിലുള്ള ആശങ്കയുണ്ട്, പല വിമർശനങ്ങളും അവർ പറയുന്നുണ്ട്. എന്താണ് ചേട്ടാ നിങ്ങൾ പറയുന്നൊരു പരാതി നേരത്തെ പറഞ്ഞു, എന്താണ് പരാതി? എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതിൻ്റെ മുകളിൽ കണ്ടമാന കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, മരം മുറിക്കുന്നുണ്ട്, കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് ആരും സ്റ്റഡി ചെയ്യാനോ പറയാനോ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായ സമയത്ത് ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓൾറെഡി പഞ്ചായത്തിന് ഒരു കംപ്ലൈൻറ്റ്. ഈ ഇടയ്ക്കൽ കേവിന്റെ താഴ്ഭാഗത്താണോ നിങ്ങൾ പറയുന്നത്? അതായത് ഇവിടുന്ന് കുറച്ചുകൂടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. കാരണം ഇത്രയും കിലോമീറ്റർ ഇത്രയും സ്ഥലം നമുക്ക് കണക്കെടുത്ത് പറയാൻ പറ്റുമല്ലോ. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് നിങ്ങൾ വന്ന് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ആവാൻ സാധ്യതയുണ്ടെന്നൊരു ആശങ്കയുണ്ട്. നമുക്ക് ആശങ്കയുണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറയാൻ പറ്റില്ല. അപ്പോൾ ഓരോ സിറ്റുവേഷനിൽ ഇപ്പോൾ വീട് വെക്കുന്ന മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോ ബിൽഡിങ്ങിൽ മലേൻ്റെ മുകളിൽ പണിയുമ്പോൾ അത് ഉരുൾപൊട്ടലായിട്ട് മാറാം, മരം മുറിക്കുന്ന ഒരു പ്രശ്നമാവാം. അപ്പോൾ ഇതൊക്കെ ഇതിന് പ്രശ്നം. ഈ ഇടയ്ക്കൽ കേവിന്റെ താഴ്ഭാഗത്ത് അങ്ങനെയുള്ള നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ പരാതി? ഉണ്ട്. നമുക്ക് കയറി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അത് ഒരുപാട് മരങ്ങൾ മുറിക്കും, ബിൽഡിങ്ങുകൾ പുതിയത് വരുന്നൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് അത് ഇവിടെയുള്ള ആളുകളുടെ ഒരു പരാതിയും ആശങ്കയും അവർ നമ്മളോട് പറയുകയായിരുന്നു. അത് ഈ ഭാഗത്താണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവിടെ എന്താണെന്നുള്ളത് ഈ കേട്ട ആളുകളുടെ ലോക്കലായിട്ടുള്ള ആളുകളുടെ കൂടി സഹായ സഹകരണത്തോടു കൂടി ആ സ്ഥലത്തേക്ക് പോവുക, കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക എന്നതാണ് ഇപ്പോൾ പ്രായോഗികമായ ഒരു വഴി. പക്ഷേ ആളുകൾക്ക് വലിയ ആശങ്കയുണ്ട്. അപ്പോൾ ആശങ്ക ദൂരീകരിക്കണം, എന്താണ് യഥാർത്ഥത്തിൽ അതിൻ്റെ വസ്തുത എന്ന് കണ്ടെത്താൻ ശ്രമിക്കണം. അതാണ് സാധ്യമായ വഴിയും, അതിനുവേണ്ടി ശ്രമിക്കുന്നു. ഇവിടെയുള്ള ആളുകളെല്ലാവരും തന്നെ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ തന്നെ പുറത്തേക്ക് ഇറങ്ങുകയും റോഡുകളിലൊക്കെ കാത്തിരിക്കുകയും ചെയ്യുന്നു. ക്യാമ്പുകൾ തുറക്കേണ്ടി വരും, തുറക്കും എന്ന് തന്നെ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നു. മാറേണ്ടവർ മാറൂ, തൽക്കാലം ബന്ധുവീടുകളിലേക്ക് മാറുന്നവർ അങ്ങനെ മാറൂ, അല്ലാത്തവരെയും ഏത് നിലയ്ക്ക് വേണം എന്ന സംബന്ധിച്ചൊരു പദ്ധതിയിലേക്ക് ഉദ്യോഗസ്ഥർ പോകുന്നു. അത്തരം ചർച്ചകളിലേക്ക് ജനപ്രതിനിധികളും ഒക്കെ പോകുന്ന ഒരു നില വന്നിട്ടുണ്ട്. എന്തായാലും കൃത്യമായൊരു ആശങ്ക ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ ഈ പ്രതിഭാസം, എന്താണ് ഇങ്ങനെ ഒരു ശബ്ദം കേട്ടത്, അതെന്താണ് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല. അത് മാത്രം അവ്യക്തമായി തുടരുന്നു. അതേതായാലും ഭൂചലനമാകാൻ വഴിയില്ല എന്ന കാര്യത്തിലൊരു സ്ഥിരീകരണം വരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് കുറേയധികം പ്രദേശങ്ങളിലേക്ക് ഇത് കേട്ടിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അതെന്താണ്, ആ പ്രതിഭാസം എന്തായിരിക്കും, അതെങ്കിൽ അപൂർവമായ ഭൗമ പ്രതിഭാസം എന്ന നിലയ്ക്ക് കാണണമോ? ഈ കാര്യത്തിൽ നമുക്കിപ്പോൾ ഒരു വൈൽഡായിട്ടുള്ള ഒരു ഗസ്റ്റിലേക്കൊന്നും പോകാൻ കഴിയില്ല, ഒരു നിഗമനത്തിലേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഉദ്യോഗസ്ഥരും അത് സംബന്ധിച്ചുള്ള ഗ്രൗണ്ട് സ്റ്റഡി നടത്തുന്നു. ഇനി അതിനുശേഷം മറ്റ് ഏജൻസികളുടെ കൂടി സഹകരണത്തോടുകൂടി സാധ്യമായ ഒരു നിഗമനത്തിലേക്ക് എത്തുക എന്നതാണ് പോംവഴി. ഒപ്പം ഈ ആശങ്ക പരിഹരിക്കാൻ കൂടിയുള്ള ഇടപെടൽ വേണം. അതുകൂടിയാണ് ഇപ്പോൾ ഗ്രൗണ്ടിൽ പുരോഗമിക്കുന്നത്. ആളുകൾ ഏതായാലും ഇത് തിരിച്ചറിഞ്ഞ് പലയിടങ്ങളിലായിക്കോട്ടും കൂടിയും മറ്റുമൊക്കെ നിൽക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് സ്കൂളിനും അംഗൻവാടിക്കും ഇപ്പോൾ അവധി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്. സജീവ്, ഇപ്പോൾ ഈ റവന്യൂ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ടാകുമല്ലോ. ഏത് തരത്തിലുള്ള പരിശോധനകളാണ് അവിടെ നടത്തുന്നത്? ഈ ആളുകളിൽ നിന്നടക്കം വിവരശേഖരണം ഇതിനോടകം നടത്തി കഴിഞ്ഞിട്ടുണ്ടാകുമല്ലോ. എല്ലാവരും ഈ പ്രകമ്പനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഭൂമിക്കടിയിൽ നിന്ന് കേട്ട ഒരു മുഴക്കം എന്ന രീതിയിൽ എന്നാണല്ലോ പ്രദേശവാസികൾ പറയുന്നത്. ഈ റവന്യൂ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ സജോ?
ഉന്മേഷ്, ഈ റവന്യൂ വിഭാഗത്തിന് ചെയ്യാൻ കഴിയുക ആളുകളിൽ നിന്നുള്ള വിവരം ശേഖരിക്കുക എന്നതാണ് അവർക്ക് പ്രാഥമികമായി ചെയ്യാൻ കഴിയുക. മറ്റൊന്ന് ജിയോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ്. അവർ കഴിയാവുന്ന, അവരെ കൊണ്ട് ഇപ്പോൾ സാധ്യമാകുന്ന വിവരങ്ങൾ പ്രകാരമുള്ള ഒരു നിഗമനത്തിലേക്കോ മറ്റോ എത്തുക, കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുക. ഇതാണ് സാധ്യമായ വഴിയും. അതുകൊണ്ട് അവർ വിവരശേഖരണം നടത്തുന്നുണ്ട്. ഗ്രൗണ്ടിൽ ശബ്ദം കേട്ട പ്രദേശങ്ങളിലൂടെയൊക്കെ അവർ യാത്ര ചെയ്ത് അതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായി സാധ്യമാകുന്ന വിശദാംശങ്ങൾ അവർ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ച് അവർക്കൊരു വിലയിരുത്തലുകളിലേക്ക് യഥാർത്ഥത്തിൽ ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. അല്പസമയത്തിന് ശേഷം അവർ ഈ ഗ്രൗണ്ട് സ്റ്റഡിക്ക് ശേഷം നമ്മളോട് വിശദമായി പ്രതികരിക്കാം. പക്ഷേ ഇങ്ങനെ ആളുകളിൽ നിന്നെല്ലാം വിവരങ്ങൾ അവർ ശേഖരിക്കുന്നു. ഇങ്ങനെ ശബ്ദം കേട്ടു, പ്രകമ്പനം ഉണ്ടായി എന്ന ആളുകളൊക്കെ സ്ഥിരീകരിക്കുന്നു. അതിൻ്റെ കാരണം എന്താണ്, അല്ലെങ്കിൽ അത് സംബന്ധിച്ച് ആളുകളിൽ നിന്ന് ഈ വിവരങ്ങൾ ശേഖരിക്കുന്നു. മറ്റൊന്ന്, അതിൻ്റെ യഥാർത്ഥ വസ്തുതകളിലേക്ക് വെളിച്ചം വീശുന്ന കൂടുതൽ പരിശോധനകളിലേക്കും വിശ്വസനീയമായ വിവരങ്ങളിലേക്കും പോവുക എന്നതാണ്, അത്തരം വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ്. അതാണ് അവർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ജിയോളജി വിഭാഗത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും റവന്യൂ ഉദ്യോഗസ്ഥരും ഒക്കെയാണ് സ്ഥലത്ത് വിവിധയിടങ്ങളിലായി ആളുകളെ കാണുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ഒപ്പം സ്ഥലം സംബന്ധിച്ച ഈ സ്ഥലത്തെ മറ്റു കാര്യങ്ങൾ സംബന്ധിച്ച പരിശോധനകളിലേക്കും ഒക്കെ പോകുന്നത്. ഒപ്പം ഇങ്ങോട്ടേക്ക് കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് സാധ്യമായ കാര്യങ്ങൾ എന്തെല്ലാമെന്ന് ഇനിയിപ്പോൾ ഏതെങ്കിലും നിലയ്ക്ക് ആളുകളെ ഇവിടുന്ന് മാറ്റിപ്പാർപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കണം. അതാണ് ഇപ്പോൾ പഞ്ചായത്ത്, റവന്യൂ വിഭാഗം, ജിയോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്നിവരെല്ലാവരും ഒപ്പം ജനപ്രതിനിധികളും സംഭവസ്ഥലത്ത് വിവിധയിടങ്ങളിലായി ഉണ്ട്. കാരണം ഇതൊരു പർട്ടിക്കുലർ പ്രദേശത്തല്ല, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടയ്ക്കലിലാണ്. ഈ ദൂരത്തിൽ, അതായത് ഈ പാതയിലൂടെ തന്നെ മുന്നോട്ടും പുറകോട്ടും ഒക്കെ പോകുമ്പോൾ വിവിധയിടങ്ങളിൽ നിന്ന് ആളുകൾ സമാനമായ ശബ്ദം കേട്ടതായും, അതായത് ചുരൽമല ഭാഗത്തു നിന്ന് പോലും ആ പ്രദേശത്തുള്ള, അതിനോട് ചേർന്ന പ്രദേശത്തുള്ള ആളുകൾ പോലും സമാനമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അതെന്താണെന്നൊക്കെ, അങ്ങനെയും വരുമ്പോൾ അതെന്താണെന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ സമൂഹ മാധ്യമങ്ങൾ വഴി വിവരങ്ങൾ പ്രചരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്, അതും ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് ഗ്രൗണ്ടിൽ നിന്ന് ഏറ്റവും ആധികാരികമായ വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് സാധ്യമായ വഴി. പക്ഷേ നമ്മൾ കണ്ട ആളുകളെല്ലാം ഇത് സ്ഥിരീകരിക്കുകയാണ്. അവർ പറയുന്നു, ഈ പ്രകമ്പനം ഉണ്ടായി, മുഴക്കം കേട്ടു, വലിയ ശബ്ദം കേട്ടു, അതൊക്കെയാണ് അവർ പറയുന്ന ഒരു കാര്യം. അതേതായാലും നിരവധി ആളുകൾ തുടർച്ചയായി നമ്മളോട് പറയുകയും അത് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതും ഇങ്ങനെ ആളുകൾ പറയുന്നു, ആ കാര്യങ്ങളെ സംബന്ധിച്ചൊരു പ്രാഥമിക സ്ഥിരീകരണം ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആശങ്കയുണ്ട്. പരിഭ്രാന്തി ഏതായാലും ഗുണം ചെയ്യില്ല എന്നത് നമ്മൾ പ്രേക്ഷകരോട് പറയുന്നു. പക്ഷേ ആളുകൾ സ്വാഭാവികമായും പരിഭ്രാന്തരാകാതിരിക്കാനുള്ള മുൻകരുതൽ കൂടി സംവിധാനങ്ങൾ എടുക്കുക, അധികൃതർ എടുക്കുക എന്നതാണ് പോം വഴി. ധാരാളമായ ആളുകൾ, അതായത് പുറത്തേക്കൊക്കെ പോയ ആളുകളുണ്ടായിരുന്നു, മറ്റു പല സ്ഥലങ്ങളിലേക്കും പോയ ആളുകളുണ്ടായിരുന്നു. അവരെല്ലാം ഇപ്പോൾ ഈ ഭാഗത്തേക്ക് എത്തുന്നു. അവരൊക്കെ ഈ റോഡുകളിൽ വിവിധ പ്രദേശങ്ങളിലായി കൂട്ടം കൂടി നിൽക്കുന്നു. അവരുടെ ആശങ്കകളൊക്കെ പങ്കുവയ്ക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അങ്ങനെ ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാം വലിയ ആശങ്ക ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ പ്രദേശത്തുകാരാണോ നിങ്ങളൊക്കെ? ഈ പ്രദേശത്തുകാരാണോ? അച്ഛൻ ഇവിടുത്തുകാരനാണോ? ആണോ? ഇത് സംബന്ധിച്ച് ആളുകളൊക്കെ എന്താ പറഞ്ഞത്? ആളുകളോട് സത്യത്തിൽ നമ്മളിപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞു വരുന്നില്ല, എന്താ സംഭവം എന്നുള്ളത്. ശബ്ദം കേട്ടു, ഇങ്ങനെയൊക്കെ കേട്ടുന്നിപ്പോൾ പല സ്ഥലത്ത് കേൾക്കുന്നുണ്ട്. കോഴിക്കോട് കേൾക്കുന്നു പറയുന്നു, മുക്കുന്ന കേൾക്കുന്നു പറയുന്നു. ഇതേ ശബ്ദം തന്നെ ഭൂതാടി. ഒരു യഥാർത്ഥമായ ആധികാരികത നമുക്ക് ഇല്ല ആധികാരിക പറയാൻ പറ്റില്ല. കാരണം ഇത് വയനാട് ജില്ലയുടെ പല ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ മുക്കം, പിന്നെ മണാശ്ശേരി, പിന്നെ തോമാട്ടുകാലിൻ്റെ അടുത്ത് കടൽമാട് അവിടെ പറയുന്നുണ്ട്, പെണങ്ങോട് ഉണ്ടായിട്ട്. അപ്പോൾ പ്രത്യേകിച്ചിട്ട് ഇപ്പം എല്ലാ റവന്യൂവിൻ്റെ എല്ലാവരും ഇവിടെ കേന്ദ്രീകരിക്കുമ്പോൾ ഇവിടെ എന്തോ സംഭവിച്ചു എന്നുള്ളതാണ് ഒരാശങ്കയാണ്. പക്ഷേ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അതായത് ഞങ്ങൾ അറിയുന്നത്. പ്രതികരണം അങ്ങനെയാണ്. അതായത് പല ഭാഗങ്ങളിൽ നിന്നും ഇത്തരം ശബ്ദങ്ങൾ ഉണ്ടാകുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ, അതായത് വ്യക്തതയുള്ള ഒരു ചിത്രം ഉണ്ടാക്കുക എന്നത് ഇതുവരെ സാധ്യമായിട്ടില്ല. അതുകൊണ്ട് പക്ഷേ റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും ഒക്കെ ഇവിടെ കേന്ദ്രീകരിക്കുന്നുണ്ട്. ആളുകൾക്കും ആശങ്ക ഉണ്ട്. പക്ഷേ അതിനെ ഇനിയിപ്പോൾ കൃത്യമായ ഒരു ഗ്രൗണ്ട് റിപ്പോർട്ടിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഒരു നിഗമനത്തിലേക്കും വിലയിരുത്തലിലേക്കും അത് വൈകാതെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് ഉണ്ടാവണം, അത് ഉണ്ടാവാതെ തരമില്ല എന്നതാണ്. പക്ഷേ ആളുകൾ ഒക്കെ തന്നെ ഇത് തുടർച്ചയായി ഇക്കാര്യങ്ങൾ ആവർത്തിച്ച് സ്ഥിരീകരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതെന്താണ് എന്നത് സംബന്ധിച്ചൊരു നിഗമനത്തിലേക്ക് പോകണം. ഏതായാലും ഭൂചലന സാധ്യത എന്തായാലും അടഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുന്നില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും മറ്റെന്താണ് എന്നത് സംബന്ധിച്ച് കൃത്യമായൊരു ഗ്രൗണ്ട് സ്റ്റഡി റിപ്പോർട്ടിലേക്ക് പോവുക എന്നതാണ് ഇപ്പോൾ സാധ്യമായി പോകുമ്പഴി. അതിനാണിപ്പോൾ ഉദ്യോഗസ്ഥരും മറ്റും മുൻഗണന കൊടുക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള പരിശോധനകളും വിവരശേഖരണവുമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സജോ ദേവസിയാണ് ഇപ്പോൾ തത്സമയം ചേർന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചില പ്രേക്ഷക പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട്. മേരി വർഗീസ് പറയുന്നത്, മാനന്തവാടി മേഖലയിലും ഇതേ ശബ്ദം കേട്ടിരുന്നു, ഞങ്ങൾ ഇടിമുഴക്കമാണെന്ന് വിചാരിച്ചു, നല്ല വെയിലുള്ള സമയത്തായിരുന്നു ഇത്, മഴക്കാറൊന്നുമില്ലല്ലോ, എന്നിട്ടും ഈ ശബ്ദം എന്താണെന്ന് പറയുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ വയനാട്ടിൽ കൂടുതലിടങ്ങളിൽ ഇത്തരത്തിൽ പ്രകമ്പനം കേട്ടു, ശബ്ദം കേട്ടു എന്ന് ഒട്ടേറെ ആളുകൾ പറയുന്നുണ്ട്.
വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ ശബ്ദം കേട്ടു എന്നുള്ള പ്രതികരണമാണ് ഇപ്പോൾ വരുന്നത്. അതിനിടയിൽ ചില പ്രേക്ഷകർ പറയുന്നത് എന്തിനാണ് മാധ്യമങ്ങൾ ഇങ്ങനെ ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കുന്നത് എന്നുള്ളതാണ്. പരിഭ്രാന്തിയിലാക്കുക എന്നുള്ളതല്ല, മറിച്ച് വലിയൊരു ദുരന്ത സമയത്താണ് വയനാട് ഇപ്പോൾ നിൽക്കുന്നത്, അത്തരമൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത്തരമൊരു ശബ്ദം കേട്ടാൽ ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാകും. അവരെവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട്, ആശങ്ക അകറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു ഇടപെടൽ മാത്രമാണ് മാധ്യമങ്ങൾ നടത്തുന്നത് എന്ന് അത്തരം വിമർശനങ്ങൾക്ക് മറുപടിയായി പറയുകയാണ്.